Hi dear students, welcome back to Professional Business Skills. Professional Business Skillsന്റെ ഈ ഒരു സെഷനിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സൈബർ സ്പേസ് എന്ന് പറയുന്ന ടേമിനെ കുറിച്ചാണ്. The word cyberspace is credited to William Gibson. വില്യം ഗിബ്സൺ എന്ന് പറയുന്ന ഒരു റിസർച്ചറാണ് ആദ്യമായിട്ട് സൈബർ സ്പേസ് എന്ന് പറയുന്ന ഒരു വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. എന്താണ് ആ വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് റെഫേഴ്സ് ടു ദ വിർച്വൽ കമ്പ്യൂട്ടർ വേൾഡ്. വിർച്വൽ കമ്പ്യൂട്ടർ വേൾഡിനെയാണ് നമ്മൾ സൈബർ സ്പേസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് മോർ സ്പെസിഫിക്കലി ആൻ ഇലക്ട്രോണിക് മീഡിയം ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഫെസിലിറ്റേറ്റ് ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ. കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, ഇലക്ട്രോണിക് മീഡിയംസ് ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻസ്, അതിനെയാണ് നമ്മൾ സൈബർ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ സൈബർ സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു വിർച്വൽ കമ്പ്യൂട്ടർ വേൾഡ് ആണ്, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് മീഡിയംസ് ഉപയോഗിച്ച് നമ്മൾ ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ആ ഒരു സ്പേസ്, അതിനെയാണ് നമ്മൾ സൈബർ സ്പേസ് എന്ന് പറയുന്നത്. സൈബർ സ്പേസ് typically involves a large computer network made up of many worldwide computer subnetworks that employs TCP or IP protocol to aid in communication and data exchange activities. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ അതിന് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സൈബർ സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ്. അതിൻ്റെ കൂടെ ചെറിയ ചെറിയ കമ്പ്യൂട്ടർ സബ് നെറ്റ്വർക്കുകളും വരുന്നുണ്ട്. അപ്പോൾ വലിയൊരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെയാണ് നമ്മൾ സൈബർ സ്പേസ് എന്ന് പറയുന്നത്. അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫറൻ്റ് ആയിട്ടുള്ള ഡാറ്റ എക്സ്ചേഞ്ചിങ് ആക്ടിവിറ്റീസും കമ്മ്യൂണിക്കേഷൻ ആക്ടിവിറ്റീസും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ TCP IP ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ, ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ തുടങ്ങിയിട്ടുള്ള പ്രോട്ടോക്കോൾസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പ്രോട്ടോക്കോൾസ് ഉപയോഗിച്ചിട്ട് കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ഡാറ്റ എക്സ്ചേഞ്ചിങ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു സ്പേസിനെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയൊരു ഫംഗ്ഷനെയാണ് നമ്മൾ സൈബർ സ്പേസ് എന്നുള്ള ഈ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ്, IT ഇൻഡസ്ട്രി ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ്. നമുക്കറിയാം, ഈ IT ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും അതേസമയം തന്നെ ഒരുപാട് ത്രെഡ്സുകളും ഒരുപാട് ചലഞ്ചസും ഫേസ് ചെയ്യുന്നതാണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ സെഷനുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റീസിനെയും അതിൽ വരുന്ന ത്രെഡ്സുകളെയാണ് നമ്മൾ നെക്സ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് പറയുന്നത് ഓപ്പർച്യൂണിറ്റീസ് ഇൻ IT ഇൻഡസ്ട്രി. IT ഇൻഡസ്ട്രിയിലെ ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഫസ്റ്റ് വൺ, ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്സോഴ്സിങ്. It is one of the biggest revenue generating service lines in market. നമുക്കറിയാം, ഓർഗനൈസേഷൻസ് എല്ലാം ഇപ്പോൾ ഐടിയുടെ പ്രൊഡക്റ്റുകളും ഉപയോഗിച്ചിട്ടാണ് അവരുടെ ഡേ ടു ഡേ ഫങ്ഷൻസ് അടക്കം അവർ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്സോഴ്സിങ് എന്ന് പറയുന്നത് ഒരു വലിയ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് ഇപ്പോൾ മാർക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ദ കമ്പനീസ് വിൽ ഔട്ട്സോഴ്സ് ദ സെറ്റിംഗ് അപ്പ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് IT ഇൻഫ്രാസ്ട്രക്ചർ ഫ്രം ദി തേർഡ് പാർട്ടി. ഏതൊരു കമ്പനിയിലേക്കും ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഹാർഡ്വെയർസ് ആയിക്കോട്ടെ, ഇതെല്ലാം തേർഡ് പാർട്ടിയിൽ നിന്നും, മറ്റൊരു കമ്പനിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള സപ്ലയേഴ്സിൽ നിന്നോ ആണ് അവരെന്ത് ചെയ്യുന്നത്? അവരത് ഔട്ട്സോഴ്സ് ചെയ്യുന്നത്, അവരത് പർച്ചേസ് ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള കൊട്ടേഷൻസ് നൽകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇതൊരു മാർക്കറ്റാണ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇതൊരു റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സർവീസായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ IT ഡെവലപ്പ് ചെയ്തു വന്നതോട് കൂടിയിട്ട് നമുക്ക് ഇത്തരത്തിലൊരു റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് എന്ത് ചെയ്തിട്ടുണ്ട്? ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് പറയുന്നത്. ഒരുപാട് കമ്പനീസ് ഇത്തരത്തിൽ മറ്റു കമ്പനികൾക്ക് ആവശ്യമായിട്ടുള്ള കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്സും പ്രിൻറ്റേഴ്സും അല്ലെ ഇതുപോലെ ഹാർഡ്വെയർസും സോഫ്റ്റ്വെയർസും ഒക്കെ എത്തിച്ച് നൽകുന്ന കമ്പനീസ് മാർക്കറ്റിൽ വരുന്നുണ്ട്. സോ അവരെ സംബന്ധിച്ചിടത്തോളം IT ഇൻഡസ്ട്രി ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഹാർഡ്വെയർ സപ്പോർട്ടാണ്. ദി മാർക്കറ്റ് ഫോർ ഹാർഡ്വെയർ സപ്പോർട്ട് വിൽ ഇൻക്രീസ് ദ ഡിമാൻഡ് ഫോർ IT സിസ്റ്റംസ് ആൻഡ് ഇൻക്രീസ് ദ ട്രെൻഡ് ടു ഔട്ട്സോഴ്സ് ദ മെയിൻ്റനൻസ് ഓഫ് IT സിസ്റ്റം. നമുക്കറിയാം, ജസ്റ്റ് ഒരു കമ്പനി കമ്പ്യൂട്ടറൈസേഷൻ നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് ഹാർഡ്വെയർസ് അവർക്ക് ആവശ്യമാണ്, അല്ലെ? ഒരുപാട് സ്റ്റോറേജ് ഫെസിലിറ്റീസ് വേണം, ക്യാമറാസ് വേണം, അല്ലെ? ഇത്തരത്തിൽ ഒരുപാട് കമ്പ്യൂട്ടറൈസേഷൻ്റെ ഭാഗമായി പ്രിൻ്ററുകളും ലാപ്ടോപ്സുകളും മോണിറ്ററുകളും സ്പീക്കേഴ്സും, അല്ലെ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് പിന്നെ ഹാർഡ്വെയർസ് ഇതിന് ആവശ്യമാണ്. അപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ ഒക്കെ ഹാർഡ്വെയർസൊക്കെ നമുക്ക് ആവശ്യമാണ്, അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ ഹാർഡ്വെയർസിനൊക്കെ എന്താ പറയുക, സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഹാർഡ്വെയർസൊക്കെ സെല്ല് ചെയ്യുന്ന കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് IT ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് IT കൺസൾട്ടിംഗ് ആണ്. ഇറ്റ് ഈസ് എ ഫീൽഡ് ഓഫ് ആക്ടിവിറ്റി ഫോക്കസ് ഓൺ അഡ്വൈസിങ് ഓർഗനൈസേഷൻസ് ഓൺ ഹൗ ബെസ്റ്റ് ടു യൂസ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻ അച്ചീവിങ് ദെയർ ബിസിനസ് ഒബ്ജക്റ്റീവ്സ്. ഓർഗനൈസേഷൻസിന് ബിസിനസ് ഓർഗനൈസേഷൻസിന് അവരുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ എങ്ങനെ നമുക്ക് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉപയോഗപ്പെടുത്താം എന്നുള്ള അഡ്വൈസ് നൽകുന്ന ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്, അല്ലെ? ഒരുപാട് ഓർഗനൈസേഷൻസ് അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് IT കൺസൾട്ടിംഗ് ഓർഗനൈസേഷൻസ് ആയിട്ട്.
കൺസൾട്ടിങ് ഏജൻസീസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ഓർഗനൈസേഷനിൽ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉപയോഗിക്കേണ്ടത്, നമ്മുടെ ഡേ ടു ഡേ ഫംഗ്ഷൻസ് നടത്താൻ നമുക്ക് എന്തെല്ലാം ടെക്നോളജീസ് ഉപയോഗിക്കാം, അത് എങ്ങനെ ഉപയോഗിക്കണം, ഈ രീതിയിലുള്ള അഡ്വൈസ് നൽകുന്ന ഓർഗനൈസേഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതും എന്താണ് IT-യുടെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇതിന് മറ്റൊന്ന് പറയുന്നത് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് ആണ്, BPO. അല്ലെങ്കിൽ നമുക്കൊരു ഒരുപാട് BPO കമ്പനീസ് ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ചെയ്യുന്നത് മറ്റു രാജ്യങ്ങളിലെ വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വളരെ കുറഞ്ഞ കോസ്റ്റിൽ സർവീസുകൾ ഡെലിവറി ചെയ്യാൻ പറ്റുന്ന സർവീസ് പ്രൊവൈഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അല്ലെ, നമുക്കറിയാം ടാറ്റയും അതുപോലെ തന്നെ പിന്നെ വിപ്രോ പോലെയുള്ള ഒരുപാട് കമ്പനീസ് ഇന്ത്യയിൽ കേരളത്തിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ചെയ്യുന്നത് മറ്റുള്ള കമ്പനീസിനെ മറ്റുള്ള പിന്നെ രാജ്യങ്ങളിലെയും മറ്റുള്ള കമ്പനികളുടെയും ഒക്കെ വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്ത് തീർത്തു കൊടുക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് കമ്പനീസ് BPO കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം IT ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ദെൻ മറ്റൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് നെറ്റ്വർക്ക് ഇൻ്റഗ്രേഷൻ സർവീസ് എന്ന് പറയുന്നത്. ഇറ്റ് ലീഡ്സ് ടു ദ നീഡ് ഓഫ് സിനർജീസ് ഇൻ IT സിസ്റ്റംസ്. അതായത് ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു, അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നു, തേർഡ് പാർട്ടീസാണത് എന്ത് ചെയ്തിട്ടുണ്ട്, ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതിന് വേണ്ട സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നെറ്റ്വർക്ക് ഇൻ്റഗ്രേഷൻ, നമുക്കറിയാം ഇപ്പോൾ ബാങ്കുകളൊക്കെ ഒരു നെറ്റ്വർക്ക് ഇൻ്റഗ്രേഷൻ നടപ്പിലാക്കിയിട്ടുണ്ട്. അല്ലേ, ഏതൊരു ബ്രാഞ്ചിൽ പോയി കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമ്മുടെ അക്കൗണ്ട്സിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നു. അല്ലെങ്കിൽ നമ്മൾ ATM വളരെ പിന്നെ ഇതിന് ബെസ്റ്റ് എക്സാമ്പിളാണ്. നമുക്ക് ഏതൊരു ATM എവിടെയുള്ള ഇപ്പോൾ ഇന്ത്യയിലെ ഏതൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ ATM ഉപയോഗിക്കാവുന്നതാണ്. എന്തുകൊണ്ട് ഇത് ലഭ്യമാകുന്നു, ഇൻ്റഗ്രേഷനാണ്, സർവീസുകൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു എന്നുള്ള. അപ്പോൾ ഇത്തരത്തിലൊരു സിനർജീസ്, ഇത്തരത്തിലൊരു കൂട്ടിച്ചേർക്കലുകൾ ഇവിടെ നടത്താൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ IT ഇൻഡസ്ട്രി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള. അപ്പോൾ ഇതും ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അത്തരത്തിലുള്ള കമ്പനികൾക്കും അത്തരത്തിലുള്ള പിന്നെ സർവീസ് പ്രൊവൈഡേഴ്സിനും ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇത് നെക്സ്റ്റ് പറയുന്ന അപ്ലിക്കേഷൻ ആൻഡ് സോഫ്റ്റ്വെയർ റിലേറ്റഡ് സർവീസ് ആണ്. നമുക്കറിയാം പിന്നെ വെറും ഹാർഡ്വെയർസ് കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഒരുപാട് സോഫ്റ്റ്വെയർസ് ആവശ്യമാണ്. ഇപ്പോൾ നമ്മൾ ഈ ചെറിയ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ പോലും അവിടെ അടക്കം സോഫ്റ്റ്വെയർസ് ആണ്, ബില്ലിങ്ങിന് സോഫ്റ്റ്വെയർസ് ആണ്, അക്കൗണ്ട്സിന് സോഫ്റ്റ്വെയർസ് ആണ്, കമ്പ്യൂട്ടറൈസേഷൻ നടപ്പിലാക്കിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത്തരത്തിൽ സോഫ്റ്റ്വെയർ കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം IT ഇൻഡസ്ട്രി ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരുന്നുണ്ട്. മറ്റൊന്ന് പറയുന്ന ഹാർഡ്വെയർസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ആയിട്ട്, അത് വളരെ കുറഞ്ഞ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പോർട്ടബിൾ ആയിട്ടുള്ള നോട്ട്ബുക്കുകൾ, ടാബ്ലറ്റ്സ്, ഡെസ്ക് ടോപ്പുകൾ ഒക്കെ എന്ത് ചെയ്യുന്നു, ഡിമാൻഡ് കൂടി വരുന്നു എന്നുള്ളത് ഒരു പിന്നെ ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ നെറ്റ്വർക്ക് എക്യുപ്മെൻറ്റ്സ്, നമ്മൾ റൗട്ടേഴ്സും അതുപോലെ തന്നെ ഹബ്ബുകളും സ്വിച്ചുകളും ഇതുപോലുള്ള നെറ്റ്വർക്കിൻ്റെ എക്യുപ്മെൻറ്റ്സ്, അതിൻ്റെ കേബിൾസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ സെർവർ ആൻഡ് സ്റ്റോറേജ്, സെർവറുകളും സ്റ്റോറേജുകളും നമുക്കറിയാം പിന്നെ വെബ്സൈറ്റുകളാണ്, എല്ലാ കമ്പനീസും വെബ്സൈറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, അവരുടെ മാർക്കറ്റിംഗ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ സെർവറുകൾ, പിന്നെ സെർവർ പ്രൊവൈഡേഴ്സും അതുപോലെ തന്നെ സ്റ്റോറേജ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് പറയുന്നുണ്ട്. സോ ഈ രീതിയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് IT ഇൻഡസ്ട്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് IT ഇൻഡസ്ട്രി ന്യൂ ത്രെഡ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് IT ഇൻഡസ്ട്രിയിലെ ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു, ഇനി ത്രെഡ്സുകളെ കുറിച്ചാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് IT ഇൻഡസ്ട്രി ന്യൂ ത്രെഡ്സ്. IT ഇൻഡസ്ട്രി ഫേസ് ചെയ്യുന്ന കുറച്ച് ത്രെഡ്സുകളെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ത്രെഡ്സുകൾ നൽകിയിട്ടുണ്ട്. ഐഡൻറ്റിറ്റി തെഫ്റ്റ്, സ്പാം, കുക്കീസ്, മാൽവെയർ, ഫിഷിംഗ്, അഡ്വെയർ, സ്പൈവെയർ, ഹാക്കിംഗ്, ഇൻ്റർനെറ്റ് ഹാക്സ്, ദെൻ ട്രോജൻ ഹോഴ്സസ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് ത്രെഡ്സുകൾ പറയുന്നുണ്ട്. സോ നമുക്കിതിൻ്റെ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ പറയുന്ന ഐഡൻറ്റിറ്റി തെഫ്റ്റ് ആണ്. ഐഡൻറ്റിറ്റി തെഫ്റ്റ് ഈസ് ദ ക്രൈം ഓഫ് ഒബ്റ്റൈനിങ് ദി പേഴ്സണൽ ഓർ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഓഫ് അനദർ പേഴ്സൺ ഫോർ ദി സോൾ പർപ്പസ് ഓഫ് അസ്യൂമിങ് ദാറ്റ് പേഴ്സൺസ് നെയിം ഓർ ഐഡൻറ്റിറ്റി ടു മേക്ക് ട്രാൻസാക്ഷൻസ് ഓർ പർച്ചേസ്. ഐഡൻറ്റിറ്റി തെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒബ്റ്റെയിൻ ചെയ്യുന്ന, കളക്ട് ചെയ്യുന്ന, ഒരു മോഷ്ടിക്കുന്ന ഒരു ടൈപ്പ് ക്രൈമിനെയാണ് നമ്മൾ ഐഡൻറ്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അത് മോഷ്ടിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ പേരിൽ നമുക്ക് എന്ത് ചെയ്യാം, മറ്റു ട്രാൻസാക്ഷൻസ് നടത്താം, അല്ലെങ്കിൽ പർച്ചേസസ് നടത്താവുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള പർപ്പസോട് കൂടിയിട്ട് മറ്റൊരാളുടെ പേരിൽ ട്രാൻസാക്ഷൻസ് നടത്താം, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാം, അതുപോലെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് മറ്റുള്ളവരുടെ ഇൻഫർമേഷൻസ്, പേഴ്സണൽ ഇൻഫർമേഷൻസോ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസോ ഒബ്റ്റെയിൻ ചെയ്യുന്ന ഒരു ക്രൈമിനെയാണ് നമ്മൾ ഐഡൻറ്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത്.
ഐഡൻറ്റിറ്റി തെഫ്റ്റ് ഈസ് കമ്മിറ്റഡ് ഇൻ മെനി ഡിഫറെൻറ്റ് വേസ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള വേസിലൂടെ ഐഡൻറ്റിറ്റി തെഫ്റ്റ് നടക്കുന്നുണ്ട്. സ്റ്റീലിങ്, അതുപോലെ തന്നെ ഡംസ്റ്റർ ഡൈവിങ്, ഫിഷിംഗ് ഓർ സ്പാം, സോഷ്യൽ എഞ്ചിനീയറിംഗ്, ഷോൾഡർ സർഫിംഗ്, ഹാക്കിംഗ് തുടങ്ങിയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡിലൂടെ ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്, സൈബർ വേൾഡിൽ ഐഡൻറ്റിറ്റി തെഫ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന്. സ്റ്റീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, മോഷ്ടിക്കുക. അതായത് പിന്നെ മറ്റുള്ളവരുടെ പേഴ്സോ അല്ലെങ്കിൽ അതുപോലുള്ള വാലറ്റ്സുകളോ അല്ലെങ്കിൽ അതുപോലുള്ള ഇമെയിലുകളോ മറ്റൊക്കെ എന്ത് ചെയ്യുക, മോഷ്ടിക്കുക. മൊബൈൽ ഡിവൈസുകളൊക്കെ മോഷ്ടിച്ചാൽ അവരുടെ ഐഡൻറ്റിറ്റി നമുക്ക് കിട്ടും എന്നുള്ളതാണ് അല്ലെ. അതുപോലെ തന്നെ ഡംസ്റ്റർ ഡൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഫ്ലോപ്പി ഡിസ്കുകളോ അല്ലെങ്കിൽ CD-കളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ പേപ്പർ ഫയൽസൊക്കെ മോഷ്ടിക്കുക. അതിലൂടെ എന്ത് ചെയ്യുക, നമുക്ക് അവരുടെ ഐഡൻറ്റിറ്റി കിട്ടുക എന്നുള്ളതാണ്. മറ്റൊന്ന് പറയുന്നത് ഫിഷിംഗ് ഓർ സ്പാമിംഗ്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയുന്നുണ്ട്. അതുപോലെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണെ കുറിച്ചുള്ള കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഫോണിലൂടെയോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ പോസ്റ്റലായിട്ടോ മെയിലായിട്ടോ ഒക്കെ എന്ത് ചെയ്യുക, ഇത്തരത്തിൽ പേഴ്സണൽ ഇൻഫർമേഷൻസ്, കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നേടിയെടുക്കുന്ന ഒരു ടൈപ്പ് മെത്തേഡാണ് പിന്നെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഷോൾഡർ സർഫിംഗ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ പിന്നെ പബ്ലിക് സ്പേസിൽ നടത്തുന്ന ആക്ടിവിറ്റീസിന് എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്ത് നമ്മൾ കാണുക എന്നുള്ളതാണ്. അതായത് നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്തൊക്കെ ലോഗിൻ ഡീറ്റെയിൽസൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ തൊട്ടടുത്ത് ഇരുന്നിട്ട് എന്ത് ചെയ്യുക, അത് കാണുക എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ ഷോൾഡർ സർഫിംഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹാക്കിംഗ്, മറ്റൊരാളുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ ഡിവൈസുകളോ ഒക്കെ ഉപയോഗിക്കുക എന്നുള്ളത്. അത് പാസ്വേഡ് ഗസ്സിങ്ങിലൂടെ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റു പിന്നെ വൈറസ് പ്രോഗ്രാംസിലൂടെ ആവാം, മാൽവെയർ പ്രോഗ്രാംസിലൂടെയൊക്കെ എന്ത് ചെയ്യാം, ഹാക്ക് ചെയ്യപ്പെടാം എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ മറ്റുള്ളവരുടെ ഐഡൻറ്റിറ്റി മോഷ്ടിക്കാൻ പറ്റും അല്ലെങ്കിൽ മോഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ത്രെട്ടാണ് സ്പാം എന്ന് പറയുന്നത്. സ്പാമിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് മെസ്സേജിംഗ് സിസ്റ്റംസ് ടു സെൻഡ് ആൻ അൺസോളിസൈറ്റഡ് മെസ്സേജ്. That means a spam, especially advertising as well as sending messages repeatedly on the same site. അതായത് നമ്മളുടെയൊക്കെ ഇമെയിൽ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിലെ മെസ്സേജുകൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ വരുന്നത് കാണാം, ചില റിപ്പീറ്റഡ് ആയിട്ടുള്ള ചില സെയിം അഡ്രസ്സിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറേ മെസ്സേജസ് വരുന്നത് കാണാം. നമുക്കൊരിക്കലും പിന്നെ ആവശ്യമില്ലാത്ത ചിലപ്പോൾ എന്തായിരിക്കാം, അത് അഡ്വർടൈസ്മെൻറ്റുകളായിരിക്കാം. അത്തരത്തിൽ നമുക്കൊരിക്കലും ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരുപാട് മെസ്സേജുകൾ വരുന്നത് കാണാം. അതിനെയാണ് നമ്മൾ സ്പാമിംഗ് എന്ന് പറയുന്നത്. While the most widely recognized form of spam is email spam. ഇമെയിലാണ് ഇത്തരത്തിലെ സ്പാമുകൾ കൂടുതലായിട്ടും കാണാറുള്ളത്. സ്പാമിങ്ങിലൂടെ നമുക്ക് നമ്മുടെ സ്റ്റോറേജ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ആ സ്പാം മെസ്സേജസ് നമ്മൾ ഓപ്പൺ ചെയ്ത് നമ്മൾ അതിലൂടെ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഡീറ്റെയിൽസ്, പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഷെയർ ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് ആവശ്യമില്ലാത്ത മെസ്സേജസ് നമ്മുടെ ഇമെയിലിലേക്ക് സെൻഡ് ചെയ്ത് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ടൈപ്പ് ത്രെട്ടാണ് സ്പാമിംഗ് എന്ന് പറയുന്നത്. ദെൻ എങ്ങനെ നമുക്ക് ഈ സ്പാമുകളെ അവോയ്ഡ് ചെയ്യാമെന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. മെത്തേഡ്സ് ടു അവോയ്ഡ് സ്പാം. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ബ്ലാക്ക് ലിസ്റ്റ് ആണ്. നമുക്ക് ആവശ്യമില്ലാത്ത മെസ്സേജസ് വരുന്ന ഇമെയിൽ ഐഡികളെ നമുക്ക് എന്ത് ചെയ്യാം, ബ്ലോക്ക് ചെയ്യാം അല്ലെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെടുത്താം എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊന്ന് പറയുന്നത് ഫിൽറ്ററിങ് സിസ്റ്റംസ് ആണ്. നമ്മുടെ ഇമെയിൽ അക്കൗണ്ട്സിലെല്ലാം ഇപ്പോൾ ജിമെയിൽ ആണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഫിൽറ്റർ ചെയ്യാൻ നമുക്ക് വേണ്ട മെസ്സേജസിനെ മാത്രം പിന്നെ നമുക്ക് കാണാനും അത് മറ്റു അൺവാണ്ടഡ് ആയിട്ടുള്ള മെസ്സേജസിനെയൊക്കെ മറ്റു പിന്നെ ഫോൾഡറിലേക്കൊക്കെ എന്താ പറയുക സെപ്പറേറ്റ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻസൊക്കെ ഇന്ന് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ലീഗലായിട്ടുള്ള അപ്രോച്ചസിലൂടെയും നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇത്തരത്തിലുള്ള മെസ്സേജുകൾ വരുന്നതിന് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സെപ്പറേറ്റ് ഇമെയിൽ അക്കൗണ്ട്സ്, അതായത് നമുക്ക് ഇമെയിൽ അക്കൗണ്ടുകൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഇമെയിൽ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുക. അതിലൂടെ നമുക്ക് ഈ ഒരു സ്പാമിംഗ് വരുന്നത് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാമെന്നുള്ളതാണ്. അതായത് നമ്മൾ പബ്ലിക്കായിട്ട് സെർച്ച് ചെയ്യുന്ന സമയത്തും നമ്മൾ പിന്നെ ഒരുപാട് വെബ്സൈറ്റുകൾ വിസിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഒരു പബ്ലിക് ഇമെയിൽ അക്കൗണ്ട് നമ്മൾ കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാനും പേഴ്സണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒഫീഷ്യൽ ആയിട്ടുള്ള ഇമെയിൽ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഇമെയിൽ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്പാമിങ് അവോയ്ഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. മറ്റൊന്ന് പറയുന്നത് കോഷൻ വെൻ ഫില്ലിംഗ് ഔട്ട് ഓൺലൈൻ ഫോംസ്. നമ്മൾ ഒരുപാട് ഓൺലൈൻ ഫോമുകൾ ഫില്ല് ചെയ്യാറുണ്ട്. നമ്മൾ ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടേക്ക് ലോഗിൻ ചെയ്യാൻ പറയും അല്ലെങ്കിൽ ഫോമുകൾ ഫില്ല് ചെയ്യാൻ പറയും. അവിടെയൊക്കെ നമ്മുടെ ഇമെയിൽ അക്കൗണ്ടുകൾ ഇമെയിൽ ID നമ്മൾ നൽകി കഴിഞ്ഞാൽ അതിലൂടെയൊക്കെ സ്പാമുകൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ സ്പാമുകൾ വരുന്നത് എന്നുള്ളതും കൂടെ മനസ്സിലാക്കിയാൽ നമുക്കിതിനെ അവോയ്ഡ് ചെയ്യാൻ കഴിയും. സ്പാമുകൾ പ്രധാനമായിട്ടും വരുന്നത് നമ്മുടെയൊക്കെ ഇമെയിൽ അക്കൗണ്ടുകൾ, ഇമെയിൽ IDകൾ ഇത്തരത്തിലുള്ള കമ്പനീസ് എന്ത് ചെയ്യാണ്, ട്രാക്ക് ചെയ്യുകയാണ്. അവരത് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. എവിടുന്നാണ് അവർക്ക് ഈ ഇമെയിൽ ID കിട്ടുന്നത്, നമ്മൾ തന്നെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്ന വെബ്സൈറ്റുകളിലും അല്ലെ പിന്നെ കാണുന്ന ഓൺലൈൻ ഫോമുകളിലും എല്ലായിടത്തും നമ്മുടെ ഇമെയിൽ IDകൾ നമ്മൾ നൽകി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ഇമെയിൽ IDകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിൽ സ്പാം സെൻഡ് ചെയ്യുന്ന ടീമിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കമ്പനീസിന് അത് ലഭിക്കുകയും അവരത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുകയാണ്. അപ്പോൾ അത്തരത്തിൽ
നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്തൊക്കെ പരമാവധി എന്ത് ചെയ്യുക, ഈ ഓൺലൈൻ ഫോമുകളിലൊക്കെ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇമെയിൽ ID പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഇൻസ്റ്റാൾ എ ഫയർവാൾ പ്രോഗ്രാംസ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അതും നമുക്കൊരു പരിധി വരെ എന്ത് ചെയ്യാൻ കഴിയും, ഇത്തരത്തിൽ പിന്നെ സ്പാം വരുന്നതിനൊക്കെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫയർവാൾ എന്ന് പറയുന്ന ഒരു ടൈപ്പ് പ്രോഗ്രാമാണ് നമ്മുടെ നെറ്റ്വർക്കിന് പ്രൊട്ടക്ഷൻ നൽകുന്നതിനുള്ള ഒരു പ്രോഗ്രാമിനെയാണ് നമ്മൾ ഫയർവാൾ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഫയർവാൾ പ്രോഗ്രാംസ് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. മറ്റൊന്ന് പറയുന്നത് ഡു നോട്ട് റെസ്പോണ്ട് ടു ഇമെയിൽസ് ദാറ്റ് ആസ്ക് ടു വെരിഫൈ അക്കൗണ്ട് ഇൻഫർമേഷൻ. നമുക്ക് ഒരുപാട് ഇമെയിലുകൾ വരാറുണ്ട്. അതിൽ പലപ്പോഴും നമ്മുടെ അക്കൗണ്ട് ഇൻഫർമേഷൻസ്, ബാങ്ക് അക്കൗണ്ട് ഇൻഫർമേഷൻസ്, ഇമെയിൽ അക്കൗണ്ട് ഇൻഫർമേഷൻസ് ഒക്കെ വെരിഫൈ ചെയ്യാൻ പറയാറുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനൊരിക്കലും എന്ത് ചെയ്യരുത്, റെസ്പോണ്ട് ചെയ്യരുത് എന്നുള്ളതാണ് മറ്റൊരു മെത്തേഡായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ സേഫ് ഗാർഡ് ലോഗിൻ ഇൻഫർമേഷൻസ്. നമ്മുടെ ലോഗിൻ ഇൻഫർമേഷൻ, നമ്മുടെ ഇമെയിൽ ID, പാസ്വേഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട്. മറ്റൊരാളിലേക്കും ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് സ്പാം അവോയ്ഡ് ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡായിട്ട് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മെത്തേഡ്സുകളൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, സ്പാം അവോയ്ഡ് ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. അത് നെക്സ്റ്റ് പറയുന്നത് മറ്റൊരു ത്രെട്ടാണ് കുക്കീസ്. കുക്കീസ് ഈസ് ഓൾസോ നോൺ ആസ് എൻ HTTP കുക്കി, വെബ് കുക്കി ഓർ ബ്രൗസർ കുക്കി ഈസ് യൂഷ്വലി എ സ്മാൾ പീസ് ഓഫ് ഡാറ്റ സെൻഡ് ഫ്രം എ വെബ്സൈറ്റ് ആൻഡ് സ്റ്റോർഡ് ഇൻ എ യൂസേഴ്സ് വെബ് ബ്രൗസർ വൈൽ എ യൂസർ ഈസ് ബ്രൗസിങ് എ വെബ്സൈറ്റ്. കുക്കീസ് എന്ന് പറയുന്നത് നമ്മുടെ വെബ് ബ്രൗസറുമായി ബന്ധപ്പെട്ട ഒരു ത്രെട്ടാണ്. നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ വിസിറ്റ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ചും നിങ്ങൾ ഈ ഒരു കുക്കീസ് എപ്പോഴാണ് നമുക്ക് ശ്രദ്ധയിൽപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുക്കീസ് എപ്പോഴാണ് നമുക്ക് ഉപകരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ആക്ച്വലി ഒരു ത്രെട്ടാണ്. പക്ഷേ ഇത് ഒരേ സമയം തന്നെ ഇത് ഒരു ഉപകാരമായിട്ട് നമുക്ക് വരാറുണ്ട്. എപ്പോഴാണ് ഈ കുക്കീസ് വരുന്നത്, നമ്മൾ പിന്നെ ഓൾറെഡി നമ്മളൊരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തു. ആ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് നമ്മൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ട്. ലൈക്ക് നമ്മളൊരു ഫ്ലിപ്കാർട്ട് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ സെർച്ച് ചെയ്യുകയാണ്. അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫേസ്ബുക്കിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വെബ് പേജിലേക്കോ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ സെർച്ച് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആ ഒരു വെബ് പേജിന് വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അല്ലേ. അതായത് നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ സെർച്ച് ചെയ്തു, നിങ്ങൾ വാച്ചസ് എന്ന് സെർച്ച് ചെയ്തു, ദെൻ നിങ്ങൾ കുറച്ച് സമയം അതിൽ ബ്രൗസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുകയാണ്. അവിടെയും നിങ്ങൾ നേരത്തെ സെർച്ച് ചെയ്തിട്ടുള്ള ആ വാച്ചസിൻ്റെ ആഡുകൾ ഇവിടെ പ്രത്യേകം വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതെങ്ങനെയാണ് വരുന്നത്, നമ്മൾ സെർച്ച് ചെയ്യുന്ന ആ ഒരു കണ്ടന്റിനെ, നമ്മൾ സെർച്ച് ചെയ്യുന്ന ആ ഒരു കാര്യത്തെ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രൗസർ അവിടെ ട്രാക്ക് ചെയ്ത് വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ബ്രൗസറിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള സ്മാൾ പീസ് ഓഫ് ഡാറ്റയാണ് നമ്മൾ കുക്കീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുക്കീസ് വർ ഡിസൈൻ ടു ബി എ റിലയബിൾ മെക്കാനിസം ഫോർ വെബ്സൈറ്റ് ടു റിമെമ്പർ ദ സ്റ്റേറ്റ് ഓഫ് ദ വെബ്സൈറ്റ് ഓർ ആക്ടിവിറ്റി ദ യൂസർ ഹാഡ് ടേക്കൺ ഇൻ ദ പാസ്റ്റിൽ എന്ത് ആക്ടിവിറ്റിയാണ് യൂസർ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൽ എന്ത് ആക്ടിവിറ്റിയാണ് ചെയ്തത് എന്നുള്ളത് ഓർത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസത്തെയാണ് കുക്കീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കുക്കീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതുകൊണ്ട് എന്ത് പ്രോബ്ലമാണ്, ഇത് നമ്മൾ പറഞ്ഞു ഒരുപക്ഷെ ഇത് ഉപകാരമായിരിക്കാം, പക്ഷേ ഇതിനേക്കാൾ വലിയൊരു ബുദ്ധിമുട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ വെബ് ബ്രൗസറിൻ്റെ സ്പീഡിനെ അത് ബാധിക്കും എന്നുള്ളതാണ്. നമ്മുടെ വെബ് ബ്രൗസറിൽ അത് സ്റ്റോർ ചെയ്യപ്പെടുകയാണ്, ഈ ഡാറ്റകളെല്ലാം സ്റ്റോർ ചെയ്യുന്നു. ഓട്ടോമാറ്റിക്കലി നമ്മുടെ വെബ് ബ്രൗസറിനെ അതിൻ്റെ പെർഫോമൻസിനെ അത് ബാധിക്കും. അല്ലെങ്കിൽ അത്തരത്തിൽ കുക്കീസ് വരുന്നതോടുകൂടി മറ്റുള്ള വെബ്സൈറ്റുകളിലേക്ക് നമുക്ക് വേണ്ട കണ്ടൻറ്റുകൾ ലഭിക്കാതിരിക്കാനുള്ള ഒരു ചാൻസ് ആയിട്ട് അല്ലെങ്കിൽ അതിനുള്ള ഒരു സാധ്യതയൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. സോ ഇതാണ് കുക്കീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറയുന്ന ഒരു ത്രെട്ട് അഡ്വെയർ ആണ്. അഡ്വെയർ മീൻസ് അഡ്വർടൈസ്മെൻറ്റ് സോഫ്റ്റ്വെയർ എന്നുള്ളതാണ്. അഡ്വെയർ ഓർ അഡ്വർടൈസിംഗ് സപ്പോർട്ടഡ് സോഫ്റ്റ്വെയർ ഈസ് എനി സോഫ്റ്റ്വെയർ പാക്കേജ് വിച്ച് ഓട്ടോമാറ്റിക്കലി റെൻഡേഴ്സ് അഡ്വർടൈസ്മെൻറ്റ്സ്. നമ്മുടെ മൊബൈൽ ഫോണുകളിൽ അല്ലെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്തൊക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ള ആഡുകൾ വരാറുണ്ട്. നമ്മൾ ഒരിക്കലും ഓപ്പൺ ചെയ്യാതെ തന്നെ ഓട്ടോമാറ്റിക്കലി അതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്ക്രീനിൽ മുഴുവനായിട്ട് വരാറുണ്ട്. അത്തരത്തിലുള്ള സോഫ്റ്റ്വെയർസ്, അതൊരു പെർട്ടിക്കുലർ സോഫ്റ്റ്വെയർ ആണ്. അത്തരത്തിലുള്ള സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ അഡ്വെയർസ് എന്ന് പറയുന്നത്. These advertisements can be in the form of a pop-up. അല്ല, ഒരു പോപ്പപ്പ് മെസ്സേജ് പോലെ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് അത് ഓപ്പൺ ആയിട്ട് വരിക. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പിന്നെ കാര്യമായിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് നമ്മുടെ മൊബൈൽ ഫോണിലോ ലാപ്ടോപ്പിലോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും അതെന്ത് ചെയ്യുക, നമ്മുടെ ഫുൾ സ്ക്രീനിലോ അല്ലെങ്കിൽ സ്ക്രീനിൻ്റെ ഏതെങ്കിലും ഭാഗത്തോ ആയിട്ടോ അത്തരത്തിലുള്ള മെസ്സേജസ് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു പോപ്പപ്പ് ഫോർമാറ്റിൽ വരുന്ന ആ ഒരു കണ്ടന്റിനെയാണ് ഇവിടെ അഡ്വെയർ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ദ ഒബ്ജക്റ്റ് ഓഫ് ദ അഡ്വെയർ ഈസ് ടു ജനറേറ്റ് റവന്യൂ ഫോർ ഇറ്റ്സ് ഓതർ. നമുക്കറിയാം അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബിൽഡർ അല്ലെങ്കിൽ അതിൻ്റെ ഓതർ ആരാന്ന് വെച്ചാൽ അവർക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അഡ്വെയർ ബൈ ഇറ്റ് സെൽഫ് ഈസ് ഹാംലെസ്. ഹവർ സം അഡ്വെയർ മേ കം വിത്ത് ഇൻറ്റഗ്രേറ്റഡ് സ്പൈവെയർ സച്ച് ആസ് കീ ലോഗേഴ്സ് ആൻഡ് അതർ പ്രൈവസി ഇൻവാസീവ് സോഫ്റ്റ്വെയർ. അഡ്വെയർ എന്ത് ചെയ്യുന്നുണ്ട്, ചില അഡ്വെയർസ് എന്ത് ചെയ്യുന്നത് സ്പൈവെയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എന്താണ് സ്പൈവെയർ എന്ന് നമ്മൾ നെക്സ്റ്റ് പറയുന്നുണ്ട്. എനിവേ നമ്മുടെയൊക്കെ ലോഗിങ് ഇൻഫർമേഷൻസോ അല്ലെങ്കിൽ പ്രൈവസി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസോ ഒക്കെ എന്താ പറയുക ചോർത്തി കൊണ്ടുപോകുന്ന
ഒരു ചാരപ്രവൃത്തി ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ആയിട്ട് പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, അഡ്വെയർസ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ അഡ്വെയർ ഹാസ് ബീൻ ക്രിട്ടിസൈസ്ഡ് ബിക്കോസ് ഇറ്റ് യൂഷ്വലി ഇൻക്ലൂഡ്സ് കോഡ് ദാറ്റ് ട്രാക്സ് എ യൂസേഴ്സ് പേഴ്സണൽ ഇൻഫർമേഷൻ ആൻഡ് passes it on to the third parties without the user's authorization or knowledge. അഡ്വൈസ് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ഒക്കെ ട്രാക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കോഡുകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്, നമ്മുടെ ലോഗിൻ ഇൻഫർമേഷൻസ് ഒക്കെ മറ്റുള്ള തേർഡ് പാർട്ടീസിന് അത് പാസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് പറയുന്നത്. നമ്മുടെയൊക്കെ ഒരു നോളജ് ഇല്ലാതെ, നമ്മുടെയൊക്കെ ഒരു പെർമിഷൻ ഇല്ലാതെ തന്നെ നമ്മുടെ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുന്നു, ട്രാക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രോബ്ലമായിട്ട് പറയുന്നത്. അല്ലാതെ നമ്മുടെ ഡിവൈസിനെ സംബന്ധിച്ചിടത്തോളം ഇതുകൊണ്ട് യാതൊരു പ്രോബ്ലം ഉണ്ടാകുന്നില്ല, പക്ഷേ നമ്മുടെ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ അഡ്വെയർ എന്ന് പറഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റ് സോഫ്റ്റ്വെയറുകളാണ്. നമ്മുടെ മൊബൈൽ ഫോണുകളിൽ നമ്മളറിയാതെ അത് ഇൻസ്റ്റാൾ ആവുകയും അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഇൻഫർമേഷൻസൊക്കെ തേർഡ് പാർട്ടിയിലേക്ക് പാസ് ചെയ്യുകയും ചെയ്യുന്ന, സ്പൈ വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ അഡ്വെയർസ് എന്ന് പറയുന്നത്. ഇത് ഹാംലെസ് ആണ്, മീൻസ് ഹാംഫുൾ അല്ല. നമുക്ക് നമ്മുടെ ഡിവൈസിനെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം എഫക്റ്റ് ഉണ്ടാകുന്നില്ല എങ്കിലും ചെറിയ പ്രോബ്ലംസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അഡ്വെയർസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ പെർഫോമൻസ്, നമ്മുടെ മൊബൈൽ ഫോണിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഡിവൈസിൻ്റെയും ഒക്കെ പെർഫോമൻസിനെ അത് ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് സ്പൈവെയർ ആണ്. അഡ്വെയർ എന്ന് പറയുന്നത് ഒരു സ്പൈവെയർ ആണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. സ്പൈവെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് മാൽവെയർ, മലീഷ്യസ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾഡ് ഓൺ കമ്പ്യൂട്ടേഴ്സ് ദാറ്റ് കളക്ട്സ് ഇൻഫർമേഷൻ അബൌട്ട് യൂസേഴ്സ് വിത്തൗട്ട് ദെയർ നോളജ്. ദ പ്രസൻസ് ഓഫ് സ്പൈവെയർ ഈസ് ടിപ്പിക്കലി ഹിഡൻ ഫ്രം ദി യൂസർ ആൻഡ് ക്യാൻ ബി ഡിഫിക്കൽട്ട് ടു ഡിറ്റക്ട്. സ്പൈവെയർ എന്ന് പറയുന്നത് മലീഷ്യസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. നമ്മുടെ കമ്പ്യൂട്ടറുകളിലും മൊബൈൽ ഫോണിലൊക്കെ നമ്മളറിയാതെ ഇൻസ്റ്റാൾ ചെയ്യുന്ന, അതുപോലെ തന്നെ നമ്മളറിയാതെ നമ്മുടെ ഇൻഫർമേഷൻസൊക്കെ കളക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ സ്പൈവെയർസ് എന്ന് പറയുന്നത്. സ്പൈവെയർസ് സാധാരണഗതിയിൽ ഹിഡൻ ആയിരിക്കും, നമുക്ക് കാണാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ അത് ഡിറ്റക്റ്റ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. ദെൻ ഹൂ ഈസ് സ്പൈയിങ്? ആരാണ് ഈ സ്പൈവെയറുകൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത്? ഒന്ന് ഓൺലൈൻ അറ്റാക്കേഴ്സ് ആണ്, അതുപോലെ തന്നെ മറ്റൊന്ന് മാർക്കറ്റിംഗ് ഓർഗനൈസേഷൻസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സ്പൈയിങ് ബൈ എ ട്രസ്റ്റഡ് ഇൻസൈഡർ. നമ്മുടെയൊക്കെ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, ഒരു പക്ഷേ നമ്മുടെ ഓർഗനൈസേഷൻ്റെ എംപ്ലോയി തന്നെ, അതായത് നമ്മുടെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയി തന്നെ എന്ത് ചെയ്യാം, സ്പൈ വർക്കുകൾ ചെയ്തേക്കാമെന്നുള്ളതാണ്. അതായത് നമ്മുടെ ഇൻഫർമേഷൻ, നമ്മുടെ ഓർഗനൈസേഷൻ്റെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസൊക്കെ എന്ത് ചെയ്യുക, കളക്ട് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് പാസ് ചെയ്യുന്ന, അല്ലെ അത്തരത്തിലുള്ള ആളുകളും ഉണ്ടായേക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്പൈ സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് ഇമ്പാക്റ്റ് ഓഫ് സ്പൈവെയർ. എന്താണ് ഈ സ്പൈവെയർ കൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ പറയുന്ന ഓർഗനൈസേഷൻ. ടു ഓർഗനൈസേഷൻ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്? കസ്റ്റമർ ലോസ് ട്രസ്റ്റ് ഇൻ ഓൺലൈൻ ട്രാൻസാക്ഷൻസ്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ സ്പൈവെയർ ഉണ്ടായിക്കഴിഞ്ഞാൽ, സ്പൈ വർക്കുകൾ നടന്നു കഴിഞ്ഞാൽ പിന്നെ കസ്റ്റമേഴ്സിൻ്റെയൊക്കെ ഒരുപാട് പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പിന്നെ നഷ്ടപ്പെട്ടു പോകാനോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് എത്താനോ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് ആ ഒരു ഓൺലൈൻ ട്രാൻസാക്ഷനിൽ ട്രസ്റ്റ് എന്ത് ചെയ്യും, നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വെൻഡേഴ്സ് ഓർ സെല്ലേഴ്സ് ലോസ് കോൺഫിഡൻസ്. അതുപോലെ തന്നെ നമ്മുടെ സപ്ലയേഴ്സ്, സെല്ലേഴ്സിനും എന്ത് ചെയ്യും, കോൺഫിഡൻസ് നഷ്ടപ്പെടും. അതായത് അവരുടെയും ഇൻഫർമേഷൻസ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്നുള്ളവർക്ക് ഡൗട്ട്സുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വെൻഡേഴ്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇംപ്ലിമെൻറ്റ് അഡീഷണൽ വെരിഫിക്കേഷൻ ആൻഡ് അതർ പ്രിവെൻഷൻ പ്രോഗ്രാം അറ്റ് ഇൻക്രീസ്ഡ് ഓപ്പറേഷണൽ കോസ്റ്റ്. അതുപോലെ തന്നെ വെൻഡേഴ്സും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ അഡീഷണൽ ആയിട്ടുള്ള വെരിഫിക്കേഷൻ പ്രൊസീജിയേഴ്സൊക്കെ കണ്ടക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മുടെ ഓപ്പറേഷണൽ കോസ്റ്റിനെ അത് ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഓർഗനൈസേഷൻ്റെ കസ്റ്റമേഴ്സ് പിന്നെ അവർ ഓൺലൈൻ ട്രാൻസാക്ഷൻസിൽ ട്രസ്റ്റ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരും. അതുപോലെ തന്നെ വെൻഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കോൺഫിഡൻസ് നഷ്ടപ്പെടും. അതുപോലെ തന്നെ വെൻഡേഴ്സും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ അഡീഷണൽ ആയിട്ടുള്ള വെരിഫിക്കേഷൻ പ്രൊസീജിയേഴ്സൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഓപ്പറേഷണൽ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയായിട്ട് പറയുന്നുണ്ട്. ദെൻ കമ്പ്യൂട്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പെർഫോമൻസ് ഡിഗ്രഡേഷൻ ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം. നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് കുറയും എന്നുള്ളതാണ് ഒരു പ്രോബ്ലം പറയുന്നത്. മറ്റൊന്ന് പറയുന്നത് ഡാറ്റ ലോസ് ആണ്. നമ്മുടെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റകൾ നഷ്ടപ്പെട്ടു പോകും. അതുപോലെ തന്നെ സ്പൈവെയർ ഈസ് ഡിഫിക്കൽട്ട് ടു റിമൂവ്. അത് സ്പൈവെയർ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ നേരത്തെ പറഞ്ഞു ഡിറ്റക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അത് റിമൂവ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. ദെൻ മറ്റൊന്ന് പറയുന്നത് റിസ്ക് ഓഫ് ഫ്യൂച്ചർ സെക്യൂരിറ്റി. Risk of future security means the sensitive information collected by spyware include authentication credentials that may be used for future access to the infected system. അതായത് സ്പൈവെയർ എന്ന് പറയുന്നത് നമ്മുടെ അറിയാതെ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആണ്. അത് നമ്മൾ അറിയാതെ
അറിയാതെ തന്നെ നമ്മുടെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നുണ്ട്. ഈ കളക്റ്റഡ് ഇൻഫർമേഷൻസും ഒക്കെ ഫ്യൂച്ചറിൽ അത് നമ്മുടെ സിസ്റ്റത്തെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നതാണ്. ലൈക്ക് നമ്മുടെ പിന്നെ ലോഗിൻ ഇൻഫർമേഷൻസ്, യൂസർ ID, പാസ്വേഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ സ്റ്റോർ ചെയ്യുകയും അത് ഫ്യൂച്ചറിൽ നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രോബ്ലംസ് എന്ത് ചെയ്യുന്നുണ്ട്, സ്പൈവെയറുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പറയുന്നത് മാൽവെയർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു സ്പൈവെയർ ഒരു മാൽവെയർ ആണ്, അതുപോലെ തന്നെ അഡ്വെയർ ഒരു മാൽവെയർ ആണ്. എന്താണ് മാൽവെയർ എന്ന് പറഞ്ഞാൽ മലീഷ്യസ് സോഫ്റ്റ്വെയർ എന്നുള്ളതാണ്. മാൽവെയർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർസ് ആണ്. സോഫ്റ്റ്വെയർസ് ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർസ് ക്രിയേറ്റ് ചെയ്യുന്ന ഹാക്കേഴ്സ് ആണ്. അതൊന്നുകിൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഓപ്പറേഷനെ ഡിസ്റപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, ആ കമ്പ്യൂട്ടറിൻ്റെ ഓപ്പറേഷനെ നിർത്താൻ വേണ്ടിയിട്ടായിരിക്കും, അതിലെന്തെങ്കിലും ഡിഫിക്കൽറ്റികൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സെൻസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് ഒരു ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും, അതായത് ഹാക്കിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. മാൽവെയർസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർസ് ആയിട്ട് തന്നെയാണ് വരുന്നത്. അത് നമുക്ക് സ്ക്രിപ്റ്റുകളായിട്ടും അതായത് സോഫ്റ്റ്വെയർ കോഡുകളൊക്കെ ആയിട്ട് അത് അപ്പിയർ ചെയ്യുന്നുണ്ട് നമ്മുടെ പിന്നെ കമ്പ്യൂട്ടറിലും മൊബൈൽ ഫോണിലും ഒക്കെ അത് സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ ആ സോഫ്റ്റ്വെയർസ് റൺ ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ആ സോഫ്റ്റ്വെയർസ് റൺ ചെയ്യുന്നത്? ആ സോഫ്റ്റ്വെയർസ് റൺ ചെയ്തിട്ട് നമ്മുടെ സെൻസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസിൻ്റെ ഓപ്പറേഷൻസിന് എന്ത് ചെയ്യുന്നു, ഡിസ്റപ്റ്റ് ചെയ്യുന്നു, അല്ലെ ഇങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ആണ് ഈ മാൽവെയർസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മാൽവെയർസിൽ വരുന്നതാണ് കമ്പ്യൂട്ടർ വൈറസുകൾ, അതുപോലെ തന്നെ വോംസ്, ട്രോജൻ ഹൗസസ്, സ്പൈവെയർ, അഡ്വെയർ തുടങ്ങിയിട്ടുള്ള എല്ലാ മലീഷ്യസ് പ്രോഗ്രാംസും എന്താണ്, മാൽവെയർസ് ആണ്. ഓക്കെ, ബാക്കി ത്രെഡ്സുകളെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.